സ്വാഗത പ്രസംഗം നടത്തിയ ഉപദേശ സമിതിയുടെ സെക്രട്ടറി പി.കെ. മോഹനൻ, ഇവിടെ ആദരവേറ്റുവാങ്ങിയ കലാരംഗത്തെ പ്രഗത്ഭരായിരിക്കുന്ന സർഗാത്മക കഴിവുകളിലൂടെ ഈ നാടറിയുന്ന പ്രതിഭകളെ, ഇവിടെ വേദിയിൽ ആശംസ അർപ്പിക്കാൻ വേണ്ടി വന്നുചേർന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വിവിധ മേഖലകളിലെ ഭാരവാഹികളെ, നന്ദി പറയുന്ന ശ്രീ ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ.ആർ. റെജി, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ മറ്റ് ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. തോട്ടക്കാട് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ ശിവരാത്രി മഹോത്സവത്തിന്റെ കൊടിയേറ്റമാണ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നു മുതൽ ഉത്സവം ആരംഭിച്ചിരിക്കുന്നു. കൊടിയേറ്റ ചടങ്ങിൽ സാക്ഷിയാവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇനിയുള്ള കുറേ ദിവസം, കൊല്ലവർഷം 1200 കുംഭം 6-ാം തീയതി ആരംഭിച്ച് കൊല്ലവർഷം 1200 കുംഭം 15-ാം തീയതി ആറാട്ടോടുകൂടി ഇവിടെ അവസാനിക്കുക. ഈ അവസാനിച്ച് തിരിച്ചു പോകുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സാകുന്ന കുംഭം നിറയെ പൂർണ്ണകുംഭമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയണം. പ്രഗത്ഭ വ്യക്തികളെ സ്വീകരിക്കുന്നത് പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതുപോലെ ഈ പൂർണ്ണകുംഭം എന്ന് പറയുന്നത്, കുംഭം എന്ന് പറയുന്നത് പാത്രമെന്നാണ് അർത്ഥം. മലയാള മാസങ്ങൾക്ക് പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കും. ആകാശത്തെ നക്ഷത്ര സമൂഹത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ചിത്രം വരച്ചാൽ ഈ മാസം ആകാശത്തെ നക്ഷത്ര സമൂഹത്തെ കാണുന്ന ചിത്രം പാത്രത്തിന്റെ രൂപത്തിലായിരിക്കും. അതാണ് കുംഭമാസം എന്ന് പറയുന്നത്. മത്സ്യത്തിന്റെ രൂപത്തിൽ കാണുന്ന മാസമാണ് മീനമാസം. ആടിന്റെ രൂപത്തിൽ കാണുന്ന മാസമാണ് മേഷമാസം. മേഷമാണ് നമ്മുടെ മേടമായത്. പൂത്തിന്റെ രൂപത്തിൽ കാണുന്നതാണ് ഇടവമാസം. ഞണ്ടിന്റെ രൂപത്തിൽ കാണുന്നതാണ് കർക്കിടക മാസം. ഈ ഫാൻ ഇങ്ങനെ അടുത്ത് വെക്കല്ല, ഈ ഫാൻ അടുത്ത് വെക്കല്ല, കുറച്ച് ദൂരെ വെച്ചാൽ മതി. ഇത് മൈക്ക് പിടിക്കും. പിന്നെ ഞണ്ടിന്റെ രൂപത്തിൽ കാണുന്നതാണ് കർക്കിടക മാസം. സിംഹത്തിന്റെ രൂപത്തിൽ കാണുന്നതാണ് സിംഹമാസം. അത് നമ്മളെ മലയാളത്തിൽ ചിങ്ങമാസമായി. കന്യകയുടെ രൂപത്തിൽ കാണുന്നതാണ്, താടിക്ക് കയ്യും പിടിച്ചിങ്ങനെ കാമുകനെ ഓർത്തിരിക്കുന്ന ഒരു കന്യകയുടെ ചിത്രമാണ് കന്നിമാസം. ത്രാസിന്റെ രൂപത്തിൽ കാണുന്നത് തുലാമാസം. തുലാസ് എന്ന് പറയല്ലോ ത്രാസിൽ. തേളിന്റെ രൂപത്തിൽ കാണുന്നതാണ് വൃശ്ചിക മാസം. വൃശ്ചികം തേളാണ്. ധനുസ് വില്ലിന്റെ രൂപത്തിൽ കാണുന്നതാണ് ധനുമാസം. നർമ്മദാദേവിയുടെ വാഹനമായിരിക്കുന്ന മകരമത്സ്യം, മകരി എന്ന് പറഞ്ഞാൽ മുതല എന്നാണ്. മുതല മുഖവും ഉടല് മത്സ്യവുമായിട്ടിരിക്കുന്ന ഒരു ജീവിയാണ് നർമ്മദാദേവിയുടെ വാഹനം. അതാണ് ആ വാഹനത്തിന്റെ രൂപത്തിലുള്ളതാണ് മകരമാസം. പിന്നെ വീണ്ടും കുംഭമത്തി. മനസ്സിലായില്ലേ? നമ്മുടെ ഈ ചുറ്റുവട്ടമുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ കാലഗണനയുണ്ടായതാണ്. കാലഗണന ഉള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. കാലഗണനയുള്ള ഒരേ ഒരു ജീവി. പക്ഷിമൃഗാദികൾക്കറിയാമോ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന്? പക്ഷിമൃഗാദികൾക്കറിയാമോ ഇന്ന് ഫെബ്രുവരി മാസമാണ്, കുംഭമാസമാണെന്ന്? അറിയില്ല. അവർക്ക് മണിക്കൂറുകളും മിനിറ്റുകളൊന്നുമില്ല. അവർക്ക് കാഴ്ചയിൽ കാണുന്ന രാവും പകലും മാത്രമുണ്ട്. കാലത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കിയത് മനുഷ്യനാണ്. കാലബോധം നമുക്കാണുള്ളത്. കാലബോധമുള്ളത് കൊണ്ടാണ് അസ്തിത്വ ദുഃഖം മനുഷ്യനുണ്ടാവുന്നത്. അസ്തിത്വ ദുഃഖം എന്താണ്? നമ്മളെല്ലാ കാലത്തും ഇതുപോലെ നിൽക്കില്ലല്ലോ. ഈ നശ്വരതയുടെ ബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. പക്ഷിമൃഗാദികളൊന്നും ദൈവത്തെ പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം അവർക്ക് കാലബോധമില്ല, അസ്തിത്വ ദുഃഖമില്ല, മരണത്തെപ്പറ്റി ചിന്തയില്ല. അവരെല്ലാം ഒരു തവണയേ മരിക്കാറുള്ളൂ. മരിക്കുമ്പോൾ മാത്രമേ മരിക്കാറുള്ളൂ.
മനുഷ്യൻ മാത്രമാണ് പലവട്ടം മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ഒന്ന് ഗ്യാസ് കയറിയാൽ മതി, അറ്റാക്കാണോ മരിച്ചു പോകുമെന്ന് കരുതിയിട്ടാണ് അടുത്ത് ഒരു ജീരകം വറുത്ത വെള്ളം ചൂടാക്കി കുടിച്ചാൽ തീരേണ്ട വിഷയത്തിന് എവിടെ എത്തുന്നത്? വലിയ മെഡിക്കൽ കോളേജിൽ പോകുന്നത്. മരണഭയം മനുഷ്യനെപ്പോഴും ഉണ്ട്. അപ്പൊ കാലബോധത്തിന്റെ അടിത്തറയുള്ളത് കൊണ്ടാണ് മനുഷ്യന് ജീവിതത്തിന്റെ സമയബോധത്തിന്റെ മൂല്യം അറിയുന്നത്. ആ സമയബോധത്തിന്റെ മൂല്യം അറിയുന്നത് കൊണ്ടാണ് കാലാതിവർത്തിയായി നിൽക്കുന്ന ദൈവത്തെ പറ്റി ചിന്തയുണ്ടായത്. മരണാനന്തര ലോകത്തിലുള്ള അനശ്വരതയെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച്, നിത്യശാന്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. പക്ഷിമൃഗാദികളൊന്നും തന്നെ നിത്യശാന്തി നേരാറില്ല, അവർക്ക് മോക്ഷസങ്കല്പമില്ല. മനുഷ്യന് കാലബോധമുള്ളത് കൊണ്ടാണ്. ആ കാലബോധത്തിൽ കാലത്തിന് 3 പ്രതിരൂപങ്ങളുണ്ട്. ആ കാലത്തിന്റെ 3 പ്രതിരൂപങ്ങളെ കുറിച്ച് ഉപനിഷത്തുകളിൽ പറയുന്നു. ഏതാണ് കാലത്തിന്റെ 3 പ്രതിരൂപങ്ങൾ? 1 പ്രകൃതിയാണ്, 2 മനുഷ്യനാണ്, 3 ദൈവമാണ്. ഇത് 3നെയും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ബുദ്ധിവിശേഷത്തെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. സാംസ്കാരിക സമ്മേളനം എന്തിനാണ്? അമ്പലങ്ങളിൽ പൂജയും പ്രാർത്ഥനയും പ്രതിഷ്ഠവും ഹോമവും ആരാധനയും അർച്ചനയും പോരെ എന്തിനാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ എന്ന ചോദ്യം ന്യായമാണ്. അതിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഒഴിഞ്ഞ കസേരയിലുള്ള ഇരിക്കേണ്ടവർ. അവർ കൊടിയേറ്റും കഴിഞ്ഞു പോയി. ഒഴിഞ്ഞ കസേരയിൽ ഇരിക്കേണ്ടവർ ഇതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കിതെല്ലാം അറിയാം എന്ന മട്ടിലുള്ള. എന്നാൽ സംസ്കാരവും ദൈവവിശ്വാസവും പരസ്പര പൂരിതമാകണം എന്ന് താല്പര്യമുള്ളവർ, ദൈവവിശ്വാസത്തിന്റെ അടിത്തറ വികസിക്കണം എന്ന് താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് അടിത്തറ? നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയ്ക്ക് ദാർശനികമായ, മാനവികമായ 2 അടിത്തറകളുണ്ട്. സിമന്റും പൂഴിയും കൂട്ടിക്കലർത്തിയിട്ട് നമ്മൾ അസ്ഥിവാരമുണ്ടാക്കുന്നത് പോലെ ദൈവവിശ്വാസത്തിന് അസ്ഥിവാരം അത് പുറത്ത് കാണുന്നില്ല. അതൊന്ന് ദർശനമാണ്, 2 മാനവിക ബോധമാണ്. ഈ ദർശനങ്ങളെക്കുറിച്ചും മാനവിക ബോധത്തെക്കുറിച്ചും ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് അമ്പലങ്ങളിൽ പ്രസംഗിക്കാൻ വരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുകയും ഭക്തന്മാർക്ക് പിന്നെ സ്പെഷ്യൽ ഭക്തി ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ നിങ്ങൾക്ക് മോക്ഷത്തിലെത്തുകയും ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല. ഞാനിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നത്, നമ്മൾ കോടാനുകോടി മനുഷ്യർ കുംഭമേളയിൽ പോയിട്ട് നീരാട്ട് നടത്തുന്നു, കോടാനുകോടി മനുഷ്യർ ശബരിമലയിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നു, തിരുപ്പതിയിൽ പോകുന്നു, ഗുരുവായൂരിൽ പോകുന്നു, മൂകാംബികയിൽ പോകുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു, ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ഉപരിപ്ലവമാവുകയും അതിന്റെ ഗുണം സമൂഹത്തിലും നമ്മുടെ വ്യക്തിക്കും അകത്തും പുറത്തും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സങ്കടമാണ് എനിക്കുള്ളത്. അമ്പലവും പ്രാർത്ഥനയും ഉത്സവങ്ങളും വളരുമ്പോൾ വളരേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ചൈതന്യമാണ്. ദൈവത്തിന്റെ ചൈതന്യം എവിടെയാ വളരേണ്ടത്? ഈ ക്ഷേത്രത്തിനകത്ത വിഗ്രഹത്തിൽ മാത്രം ചൈതന്യം വളർന്നതുകൊണ്ട് എന്ത് കാര്യമാണ്? ദൈവചൈതന്യം വളരേണ്ടത് ആ ദൈവം ഇരിക്കേണ്ട ഇടങ്ങളിലെല്ലാമാണ്. എവിടെയാണ് ദൈവം ഇരിക്കേണ്ട ഇടം? അമ്പലത്തിൽ മാത്രമാണോ ദൈവം ഇരിക്കേണ്ട ഇടം? അല്ല. ദൈവം ഇരിക്കേണ്ട ഇടം ഭാരത തത്വശാസ്ത്രം പറയുന്നു, അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം പ്രതിമാമപ്രബോധീനാം സർവത്ര സമദർശിനാം. അഗ്നിയിലാണ് ബ്രാഹ്മണർക്ക് ദൈവം. അവർക്ക് വിഗ്രഹത്തെക്കാൾ പ്രധാനം ഹോമം. അഗ്നിയിലാണ് അവർ ഹവിസർപ്പിച്ചിട്ടുകൊണ്ട് യജ്ഞസംസ്കാരമാണ് ബ്രാഹ്മണ സംസ്കാരം. അതുകൊണ്ട് അവർക്ക് അഗ്നിയിലാണ് ദൈവം. മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. അവര് അമ്പലങ്ങളിൽ പോകുന്നവരല്ല, മുനിമാർ ക്ഷേത്രങ്ങളിൽ പോകുന്നവരല്ല. അവരുടെ ദൈവം ഇവിടെയാണ്, ഹൃദയത്തിലാണ്. ആ ഉള്ളിലുള്ള ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ, മൂലാധാര ചക്രത്തിൽ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലൂടെ ഈശ്വര ചൈതന്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് പ്രാണായാമത്തിലൂടെ മൂർധാവിൽ നിന്ന് പ്രപഞ്ചാത്മാവിലേക്ക് ജീവാത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന മഹാപ്രക്രിയ, മഹാസാധന, മഹായോഗികളാണ് സന്യാസിമാർ. അവർക്ക് ഹൃദയത്തിലാണ് ദൈവം.
പിന്നെ പ്രതിമാം അപ്രബോധീനാം, നമ്മളെപ്പോലെ പ്രബോധനമില്ലാത്ത സാധാരണ ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ദൈവത്തിന് പ്രതിരൂപങ്ങൾ ഉണ്ടാവുന്നു, പ്രതിമയുണ്ടാകുന്നു, പ്രതിരൂപമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ലാബറട്ടറികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ടെസ്റ്റ് ട്യൂബ് എന്താന്ന് കാണാത്ത കാലത്ത് കെമിസ്ട്രിയുടെ ടീച്ചർമാർ വിരൽ കാട്ടിയിട്ട് ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക എന്ന് പറയാറുള്ളത് പോലെ ഈ കല്ലിൽ, ഈ ദാരുശില്പത്തിൽ ഇവിടെ ദൈവമുണ്ടെന്ന് സങ്കല്പിക്കുക. സങ്കല്പമാണ് പ്രതിമ. നമ്മളെപ്പോലുള്ളവർക്ക് പ്രതിമയിലാണ് ദൈവം. ഇനിയോ അവസാനത്തത് സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. അതാണ് ഈശാവാസ്യോപനിഷത്ത് നമ്മളോട് പറയുന്നത്. എന്താ ഈശാവാസ്യോപനിഷത്ത്? ഈശാവാസ്യം ഇതം സർവം. എല്ലായിടത്തും ദൈവമില്ലാത്തൊരിടമില്ലെന്നാണ്, എല്ലായിടത്തും ദൈവമുണ്ടെന്നാണ്. ഈശാവാസ്യം ഇതം സർവം എന്നാണ്. അതിനെക്കുറിച്ച് മലയാളത്തിൽ ഒരു സിനിമാ ഗാനമുണ്ട്, പഴയ പാട്ടാ, ഓർമ്മയുണ്ടോ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ഈശാവാസ്യം. അപ്പൊ അത്തരത്തിൽ പലവിധത്തിലുള്ള ദർശനങ്ങളുണ്ട്. ഈ ദർശനത്തിന്റെ അടിത്തറ, നമ്മളൊരു ക്ഷേത്രത്തിലെ തറ നമ്മൾ കാണും, ചുമര് കാണും, മേൽക്കൂര കാണും, കൊടിമരം കാണും, അഗ്രശാല കാണും, ചുറ്റമ്പലം കാണും, തിടപ്പള്ളി കാണും, നടപ്പന്തല് കാണും, ചുറ്റുമതിൽ കാണും. എല്ലാം ബാഹ്യമായി കാണുന്നതാണ്. പക്ഷെ ഈ ബാഹ്യത്തിന്റെ നിലനിൽപ്പിന് ആന്തരികമായി നമ്മളൊന്നും കാണാത്ത ഒന്നാണ് അസ്ഥിവാരം. നിങ്ങൾ കണ്ണൂർ ജില്ലക്കാര് കുയ്യാട്ടാന്ന് അതിന് പറയാം, അസ്ഥിവാരം. ഈ അസ്ഥിവാരം ആരും കാണുന്നില്ലെന്നതുകൊണ്ട് അസ്ഥിവാരം വേണ്ടെന്ന് വെക്കുമോ? അസ്ഥിവാരം വേണ്ട, മണ്ണിന്റെ മേലെ തറകെട്ടി അതിന്റെ മേലെ ചുമര് വെച്ച് മേൽക്കൂരി എടുത്താൽ അത് തകർന്നു പോകും. നമ്മുടെ ഭക്തിയുടെ പ്രശ്നവും അതാണ്, അസ്ഥിവാരമില്ലാത്ത ഭക്തിയാകുന്നു. എന്താണ് അസ്ഥിവാരം? ആ അസ്ഥിവാരം ദാർശനികതയാണ്, ആ അസ്ഥിവാരം മാനവികതയാണ്. ഈ രണ്ട് അസ്ഥിവാരത്തിന്റെ മേലെ പടുത്തുയർത്തുന്നതാവണം നമ്മുടെ ഭക്തി. ദാർശനികതയാണ് ആദ്യമുണ്ടായത്. ഓം നമഃശിവായ, ഓം നാരായണായ എന്ന മന്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് വേദങ്ങളുടെ കാലഘട്ടത്തിൽ വേദത്തിൽ എവിടെയും വിഷ്ണുവിനെയോ ശിവനെയോ പ്രാർത്ഥിക്കുന്നില്ല. വേദത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രകൃതി ശക്തികളെയാണ്. വേദത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രകൃതി ശക്തികളെയാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ശിവേലി, ഈ ശിവേലിയിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ നിൽക്കുന്ന എന്താ? എവിടെയാ നിൽക്കുന്ന? അഷ്ടദിക്പാലകന്മാർ. അശ്വനി ദേവകളും അഷ്ടദിക്പാലകന്മാരെയും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ദേവന്മാർ പോലും എന്തും തുടങ്ങാറുള്ളൂ. ഏതാണ് അഷ്ടദിക്പാലകൻ? കിഴക്ക് ദിക്കിന്, കിഴക്കെന്ന് പറയുന്നത് ഇന്ദ്രനാരാ? ദേവലോകത്തിന്റെ അധിപനായിട്ടല്ല ഇന്ദ്രൻ. ആകാശത്ത് മഴ പെയ്യിക്കുന്ന ആകാശത്തിന്റെ ദേവതയായിട്ടാണ് ഇന്ദ്രൻ വരുന്നത്. മഴ പെയ്യിക്കുന്ന ദൈവമാണ് ഇന്ദ്രൻ. മഴയുള്ളത് കൊണ്ടാണല്ലോ ഈ ഭൂമിയിൽ ദൈവമുണ്ടായത്. ചൊവ്വയിലും ചന്ദ്രനിലും ബുധനിലും ശുക്രനിലും ഒന്നും ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ അമ്പലമില്ല. എന്തുകൊണ്ടാ? അവിടെയൊന്നും വെള്ളമില്ല. വെള്ളം ഉണ്ടാകുമ്പോ വെള്ളത്തിലാണല്ലോ ജീവൻ ഉണ്ടായത്. വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത്. അതാണ് ആദ്യത്തെ അവതാരം. മത്സ്യാവതാരമാണ് അല്ലേ? ആദ്യത്തെ അവതാരം മത്സ്യമാണ്. നമ്മുടെ ദേവി കന്യാകുമാരി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, പണ്ടത്തെ സിനിമയാണ്. ഈ സിനിമയിലൊരു നല്ല പാട്ടുണ്ട്, മാധുരി പാടിയ പാട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പാട്ടിന്റെ രംഗം നിങ്ങൾ കാണണം. ഈ പഴയ പാട്ടുകളുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമുള്ള പാട്ടായിരിക്കും, പക്ഷെ രംഗം മഹാബദ്ധായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, മനസ്സിൽ എപ്പോഴും റേഡിയോയിലൂടെ ഞാൻ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്, ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം അല തല്ലി, ആറാട്ടിനാനകൾ എഴുന്നള്ളി ആനന്ദ ഭൈരവി
ആനന്ദ ഭൈരവി താളത്തിൽ മേളത്തിൽ അമ്പല തുളസികൾ തുമ്പി തുള്ളി ആറാട്ടിനാനകൾ എഴുന്നള്ളി. ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മനോഹരമായ പൂത്തുലഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ സിനിമയുടെ രംഗം കാണാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തു നോക്കിയപ്പോൾ നിരാശയായിരുന്നു ഫലം. പാട്ട് ഗംഭീരമാണ്, പക്ഷേ മധു ജയഭാരതിയും കയ്യും പിടിച്ചിട്ട് മരത്തിന്റെ ചോട്ടെന്ന് ആറാട്ടിനാനകൾ എഴുന്നള്ളിതേ ഉള്ളൂ. ഒരാനയുമില്ല, ഒരു ഉത്സവമില്ല, ഒരാനന്ദ ഭൈരവിയും ഇല്ല. അതാണ് പഴയ സിനിമകളുടെ ഒരു പ്രശ്നം. ഇന്നത്തെ ആണെങ്കിൽ നല്ല രംഗമായിരിക്കും, പക്ഷേ പാട്ട് മഹാബദ്ധമായിരിക്കും. പാട്ടിന്റെ അർത്ഥം മഹാബദ്ധമായിരിക്കും, രംഗങ്ങൾ ഗംഭീരമായിരിക്കും. എന്നാൽ പണ്ടത്തെ പാട്ടിൽ അർത്ഥവും രംഗവും സുന്ദരമായിരിക്കുന്ന ഒരു പാട്ടാണ് മാധുരിയിൽ കന്യാകുമാരി പാടിയത്. കണ്ണ പാലാഴി തീരയിലൊഴുകും ആലില കണ്ണ, ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എന്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന്. അപ്പോ ഈ പാട്ടിന്റെ രംഗത്ത് ഒരു കന്യാകുമാരി ഇങ്ങനെ ഒരു കട്ടമരം തുഴഞ്ഞു പോകുന്ന രംഗമുണ്ട്. ആ രംഗത്തിൽ അതിമനോഹരമായ രംഗം മത്സ്യാവതാരത്തെ പറ്റി പരാമർശിക്കുന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നീ പണ്ടൊരു പൂത്തിമിംഗിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി. തിമിംഗലമായതിനെ പറ്റി പറയുന്നത് അതാണ്. ആദ്യം മത്സ്യം, വെള്ളമുണ്ടായി, പിന്നെ വെള്ളത്തിലും കരയിലും, വെള്ളത്തിലെ ജീവനുണ്ടായി മത്സ്യം, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന കൂർമ്മം ആമയുണ്ടായി. ആ ആമ കാട്ടിലെ മൃഗമായി, വരാഹമായി. പിന്നീട് മുഖം കണ്ടാൽ സിംഹവും ഉടല് കണ്ടാൽ നരനുമായി മരത്തിന്റെ മേലെ കയറുന്ന നരസിംഹമായി. പിന്നീട് മരത്തിൽ നിന്ന് താഴത്തിറങ്ങിയിട്ട് വാലൊക്കെ പോയതിനു ശേഷം അറിവ് നേടിയിട്ട് പ്രകൃതി ശക്തികളെ, പ്രകൃതിയുടെ വിഭവങ്ങൾ കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കി, ഓലക്കൊടയുണ്ടാക്കി ചൂട് നടക്കുന്ന ഒരാളുണ്ടായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തോടു കൂടിയാണ് എണ്ണാനും അളക്കാനും തുടങ്ങിയത്. 3 അടി അളന്നല്ലോ, അതുവരെ എണ്ണം ഉണ്ടായിരുന്നില്ല. മഴവില്ലിന് 7 നിറമുണ്ടെന്ന് മനുഷ്യൻ വന്നതിന് ശേഷം മാത്രമേ എണ്ണിയിട്ടുള്ളൂ. അതിനു മുമ്പ് കോടാനുകോടി വർഷങ്ങളായിട്ട് ആനകളും കടുവകളും ദിനോസറുകളും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടും മഴവില്ലിന്റെ സൗന്ദര്യം നോക്കിയിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് ആരും കണ്ടിട്ടില്ല, ആരും എണ്ണിയിട്ടില്ല. പാലമരത്തിന്റെ ഒരു ഞെട്ടിൽ 7 ഇലകളുണ്ടെന്ന് ആരും എണ്ണിയിട്ടില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് 7 ഇലം പാല പുത്തു, പൂമരങ്ങൾ കൂട നിവർത്തൂ, വെള്ളിമലയിൽ എന്ന് പാട്ടുപാടിയത്. ബഹുമാന്യനായ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. തിരക്കുണ്ട, നിങ്ങൾ സംസാരിച്ചു. അപ്പൊ എണ്ണം തുടങ്ങിയപ്പോ, എണ്ണത്തിന്റെ കാലഘട്ടം, പ്രകൃതി ശക്തികൾ, പ്രകൃതിയിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൊടയുണ്ടാക്കിയ കാലഘട്ടത്തിന്റെ പ്രതീകമാണ് വാമനൻ. ഓലക്കൊടിയെന്തിയ വാമനൻ. 3 അടി അളന്നല്ലോ, 3 അടി അളന്നു. ലീഗൽ മെട്രോളജി വന്നത് അപ്പോഴാ. പക്ഷെ ഇന്നാണെങ്കിൽ ലീഗൽ മെട്രോളജി വകുപ്പ് പ്രകാരം വാമനെതിരെ കേസ് കൊടുക്കും. കാരണം അളക്കുന്നതിന് മാനദണ്ഡം ഉണ്ടായിരുന്നില്ല. 3 അടി പറഞ്ഞിട്ട് വലിയ കാലം കൊണ്ട് അളക്കാൻ പോയി. സ്വർഗവും ഭൂമിയും പാതാളെല്ലാം അളന്നു. അതാണ് പ്രശ്നം. മഹാബലിയെ പാതാളത്തിലയച്ചു. അതിനുശേഷമാണ്, വാമന് ശേഷമാണ് ലോഹയുഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുക. ശിലായുഗത്തിൽ നിന്ന്, മരവും കല്ലും മാത്രം ആയുധങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്ന് മാറിയിട്ട് ലോഹയുഗത്തിലേക്ക് പ്രവേശിക്കും. മണ്ണിന്റെ ആഴങ്ങളിൽ നിന്ന് ഇരുമ്പയിര് മുക്കിയെടുത്ത് അതൊരുക്കി മൂശയിൽ ഒഴിച്ച് അങ്ങനെ ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളയും ഉണ്ടാക്കി ചുമല് വെച്ച ഒരാൾ വന്നു. അതിന്റെ പേരാണ് പരശു, മഴു. ആ പരശുരാമൻ. കണ്ണാന്നുള്ള പാട്ടിന്റെ അടുത്ത ചരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന്
നീ പണ്ടൊരു മുനികുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി. മഴു പറന്നു വീണത് അന്ന് എനിക്ക് എന്ന് പൊന്നോലക്കുടിയില് വെക്കാൻ മണ്ണു കിട്ടി. കേരളം എന്ന മണ്ണ് കിട്ടിയതിന്റെ കഥയാണ് പാട്ടിൽ പറയുന്നത്. അപ്പോ പരശുരാമൻ, ആ പരശുരാമന് ശേഷമാണ് ധാർമ്മികതയുടെ ആരംഭം ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവവിശ്വാസത്തിന്റെ ഉള്ള പ്രവേശനം. ദൈവവിശ്വാസം എന്തിനാ? ദൈവത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടവും ഉണ്ടാവുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിനൊരു കോട്ടവും ഉണ്ടാവുന്നില്ല. കാരണം ഈ കടാഹം മുഴുവൻ നിയന്ത്രിക്കുന്ന ആ പരബ്രഹ്മ ശക്തി ഈ ഭൂമി, ലോകത്ത് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. തിരുവാതിര എന്ന നക്ഷത്രത്തെ അപേക്ഷിച്ച് ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യന് വ്യാഴത്തെ പോലെ ശനിയെ പോലുള്ള വലിയ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുള്ളൻ ഗ്രഹം മാത്രമാണ് ഭൂമി. ആ ഭൂമിയിലാണെങ്കിൽ 2/3 ഭാഗം വെള്ളമാണ്, ഒരു ഭാഗത്ത് മാത്രമേ കരയുള്ളൂ. ആ കരയിലാണെങ്കിൽ ആകെയുള്ള കരയിൽ 1/6 ഭാഗം മാത്രമേ മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റൂ. ബാക്കി 5 ഭാഗവും ഒന്നുകിൽ ചതുപ്പും, അല്ലെ പുഴയും, അല്ലെ ഘോര വനവും, അല്ലെ മരുഭൂമിയുമാണ്. ആ 1/6 ഭാഗത്ത് 7 വൻകരകളും, അതിലൊരു ഏഷ്യ വൻകരയിൽ. റഷ്യയെയും ചൈനയെയും അപേക്ഷിച്ച് ഇന്ത്യ ചെറിയ രാജ്യമാണ്. ആ ചെറിയ രാജ്യമായ ഇന്ത്യയിൽ മഹാരാഷ്ട്രയെ പോലെ, രാജസ്ഥാനെ പോലുള്ള വലിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേന്ത്രപ്പഴത്തിന്റെ വലിപ്പത്തിൽ മാത്രമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന ഈ കൊച്ചു കേരളം, ആ കൊച്ചു കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ ഒരു ജില്ലയായ കോട്ടയം ജില്ലയിൽ, ആ കോട്ടയം ജില്ലയിൽ ഒരുപാട് പഞ്ചായത്തുണ്ട്. അതിലൊരു പഞ്ചായത്താണ് ഇതേതാ പഞ്ചായത്ത്? വാകത്താനം പഞ്ചായത്ത്. വാകത്താനം പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു മൂലക്ക് ഉള്ള ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരു കട്ടിലിന്റെ പക്കത്തിരിക്കുന്ന നമ്മൾ വിചാരിച്ചിട്ട് ഈ ദൈവത്തെ നന്നാക്കാൻ പറ്റുമോ? ആലോചിച്ചു. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടോ? ആലപ്പാട്ടിന്റെ വരികളാണ്. ആ മനുഷ്യൻ, പക്ഷേ ഈ കൊച്ചു മനുഷ്യൻ വലുതാവണമെങ്കിൽ എന്ത് വേണം? അവന് ഗരിമയിലേക്ക് പോകണമെങ്കിൽ അവൻ ദൈവത്തോട് അടുക്കണം. നമ്മളെ ദൈവത്തോട് ആ പരമ ചൈതന്യത്തോട്, ജീവാത്മാവിൽ നിന്ന് പരമാത്മാവിലേക്ക് അടുപ്പിക്കാനാണ്. ഞാനൊരു മൺകലമാണ്. ആ മൺകലം കുളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ആ മൺകലത്തിനകത്തുള്ള വെള്ളം ഈ കുളത്തിലെ വെള്ളം തന്നെയാണ്. കുളം എന്നത് പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിലുള്ള കുളത്തിലുള്ള വെള്ളം പരമാത്മാവാണ്. പ്രപഞ്ചത്തിലുള്ള പരമാത്മാവാണ് കുളത്തിലെ വെള്ളം. ഞാൻ എന്റെ ശരീരമാകുന്ന മൺകലത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന വെള്ളം ജീവാത്മാവാണ്. ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ രണ്ടില്ല, ദ്വൈതമില്ല, ഒന്നു തന്നെ. അദ്വൈതമതാണ്. എന്നിലും നിന്നിലും, ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും എല്ലാം കുടിയിരിക്കുന്ന ഒറ്റ ചൈതന്യമാണ്. ഭാരതത്തിൽ പണ്ട് ശൈവരും വൈഷ്ണവരും ഉണ്ടായിരുന്നു, ഗാണപത്യരും ശാക്തേരും ഉണ്ടായിരുന്നു. ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദു എന്ന വാക്ക് അൽ-ബറൂനി വിളിച്ചപ്പോഴാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത്. മുസ്ലിങ്ങളാണ് വിളിച്ചത് ഹിന്ദു എന്ന്. ഇൻഡസിന്റെ, സിന്ധുവിന്റെ തീരത്ത് താമസിക്കുന്നവരെ സിന്ധുക്കൾ എന്ന അക്ഷരം അവരെ ഭാഷയില്ലാത്തത് കൊണ്ട് ഹിന്ദുക്കൾ എന്ന് വിളിച്ചു, അത്രമാത്രം. പേർഷ്യൻ യാത്രികനായ അൽ-ബറൂനി, അദ്ദേഹമാണ് ഹിന്ദു എന്ന് വിളിച്ചത്. അതിനു മുമ്പ് ഇന്ത്യയിൽ മതങ്ങൾ 4 ആയിരുന്നു: ശൈവർ, വൈഷ്ണവർ, ഗാണപത്യർ, ശാക്തേയർ. കൽക്കത്തയിൽ ഏറ്റവും കൂടുതൽ ശാക്തേയരായി, ദേവിയെ ആരാധിക്കുന്നവരായി. അവര് ദേവിയെ വിളിക്കുക ബന്ധുരെ എന്നാണ്. പാഥേയം എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ. അതിൽ കൽക്കത്തയെ പശ്ചാത്തലമാക്കിയിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അതിലൊരു പാട്ടുണ്ട്, മലയാളത്തിൽ ഒരു പാട്ട് തുടങ്ങുന്നതിന്റെ ഹമ്മിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബന്ധുരേ ബന്ധുരേ ബന്ധുരേ. എന്നാൽ മഹാരാഷ്ട്ര ഭാഗത്ത് ഗാണപത്യരാണ്. ഗണപതി ഗണപതി ബപ്പ മോറിയ, മംഗളമൂർത്തി മോറിയ.
ബംഗാളിനെ ആസ്പദമാക്കിക്കൊണ്ട് മോഹൻലാൽ നായകനായി എടുത്ത സിനിമയാണ് അഭിമന്യു. ആ സിനിമയിലെ ഈ പാട്ട്. ഹിമാലയ താഴ്വരയിൽ ശൈവരായിരുന്നു, എന്നാൽ മധ്യ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോ, ഗംഗാതടത്തിൽ ഇങ്ങോട്ട് വരുമ്പോ വൈഷ്ണവരായിരുന്നു പ്രാധാന്യം. ദ്രാവിഡന്മാര് ഭൂരിപക്ഷവും ശൈവരായിരുന്നു. അപ്പൊ ശൈവമതവും വൈഷ്ണവ മതവും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പിന്നീട് ദേവാസുര യുദ്ധങ്ങളായിട്ട് കഥകളുണ്ടായി. ഇപ്പൊ രാവണൻ ശൈവനാണ്. രാവണന്റെ ചന്ദ്രഹാസം ആര് കൊടുത്തതെന്നറിയോ? രാവണന്റെ ചന്ദ്രഹാസം ശിവൻ കൊടുത്തതാണ്. രാവണന്റെ ചന്ദ്രഹാസം. ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബാഹുബലി സിനിമയിൽ ബാഹുബലിയുടെ അമ്മ 1000 പാത്രം വെള്ളം ശിവലിംഗത്തിന് അഭിഷേകം നടത്തിയിട്ടെങ്കിലും എന്റെ മകൻ ഒരച്ചടക്കത്തോട് വളരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോ അമ്മ ഇങ്ങനെ വെള്ളവും കൊണ്ട് കഷ്ടപ്പെട്ട് പോന്ന കണ്ടിട്ട് ബാഹുബലി ആ ശിവലിംഗത്തെ അപ്പാടെടുത്തിട്ട് കല്ലടക്കം ചുമല് വെച്ചിട്ട് ഒരു പോക്കുണ്ട്. ആ പോകുമ്പോ ഒരു പാട്ടുണ്ട്, ജടാകടാഹ സംഭ്രമ ഭ്രമം നിലിംബ നിർജരി വിലോലവി ജീവല്ലരി വിശാലമാനമൂർധനി കിശോര ചന്ദ്രശേഖരെ രതി പ്രദക്ഷിണം മമ എന്ന് അവസാനിക്കുന്ന ആ മന്ത്രം രാവണകൃത ശിവസ്തോത്രമാണ്. രാവണൻ എഴുതി എന്ന് പറയുന്നു. ഈ ശൈവരും വൈഷ്ണവരും തമ്മിൽ വേറെ നിൽക്കേണ്ടവരല്ലെന്നും ഇതൊന്നിച്ചു നിൽക്കേണ്ടവരാണെന്നും അദ്വൈതമാണെന്നുമുള്ള ചിന്ത ഉണ്ടാക്കിയത് ജഗദ്ഗുരു ആദിശങ്കരൻ. അങ്ങനെയാണ് ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ ഉണ്ടായത്. മനസ്സിലാക്കണം ഇതിന്റെ ചരിത്രം. ശങ്കരനും നാരായണനും പരസ്പര പൂരിതമാണ് എന്ന് പറഞ്ഞാൽ ജീവിതവും മരണാനന്തര ലോകം സംഹാരമൂർത്തിയായി ശിവനും, ജീവിതലോകം സ്ഥിതികാരകനായ വിഷ്ണുവിനും, അത് രണ്ടും ചേർന്നിട്ട് പരസ്പര പൂരിതമായിട്ട് നിൽക്കുന്ന ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് ആ കാലഘട്ടത്തോടു കൂടിയാണ്. ആ കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് രാമന്റെ കഥ പറയുന്ന വൈഷ്ണവരുടെ കഥയാണ് രാമായണം. പക്ഷെ ആ രാമായണം ഭക്തിപ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ എന്ത് കാവ്യമാണ്? ഉമാമഹേശ്വര സംവാദമാണ്. മഹേശ്വരൻ ശിവൻ ഉമയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കുക. അതാണ് രാമായണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അധ്യാത്മ രാമായണം വായിക്കുന്നവർക്കറിയാം. കൈലാസേശ്വരനായിരിക്കുന്ന ശിവനോട് പാർവതി ചോദിക്കുകയാണ്, ഈ ഭൂമിയിൽ ഉത്തമനായ മനുഷ്യർ ആരാണ്? അപ്പോ ശിവൻ പറഞ്ഞു കൊടുക്കുക, മര്യാദാ പുരുഷോത്തമനായ രഘുകുല വംശതിലകമായിരിക്കുന്ന ശ്രീരാമചന്ദ്രനാണ് ഉത്തമൻ. അവനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് ആ കഥ ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പാർവതി ആ കഥ കേൾക്കുമ്പോ മറ്റൊരാൾ കൂടി അത് കേട്ടു. ഞാൻ പറഞ്ഞു വന്നത്, പരമേശ്വരൻ പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഒരാളത് കേട്ടു. ആരാ കേട്ടെ? പാർവതിയുടെ തോളത്തുനിന്ന് ഒരാൾ കേട്ടു. ആ കേട്ടുകൊണ്ട് നമുക്കുണ്ടായ ഭാഗ്യം അറിയോ? ആരാ കേട്ടെ? ഓമനത്തിങ്കൾ കിടാവോ എന്ന ഇരീമൻ തമ്പിയുടെ താരാട്ടുപാട്ട് കേട്ടിട്ടില്ലേ? സ്വാതി തിരുനാളിന് ഉറക്കാൻ വേണ്ടി അതിലൊരു വരിയുണ്ട്, ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി എന്നും കിളിയോ. പരമേശ്വരിയുടെ തോളത്തൊരു പഞ്ചവർണ്ണ കിളിയുണ്ട്. അത് പാർവതിയുടെ സന്തത സഹചാരിയാണ്. ആ കിളി അത് മുഴുവൻ കേട്ടിട്ട് അവൾ പറന്നു കലിയുഗത്തിൽ തിരൂരുള്ള തുഞ്ചംപറമ്പില് രാമാനുജന്റെ അടുത്തെത്തി. ആ കിളിയെ രാമാനുജൻ പാലും പഴവും കൊടുത്ത് വിളിച്ചിരുത്തി, ചാരിക പൈതലേ ചാരുശീലേ വരൂ, കഥയമമ കഥ രാഘവീയം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചിരുത്തിയിട്ട് ആ പൈങ്കിളി എഴുത്തച്ഛനോട് ഈ കഥ പറഞ്ഞു കൊടുത്തു. ആ കഥ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. അതാണ് രാമായണം കിളിപ്പാട്ട്. മനസ്സിലായോ? കിളിപ്പാട്ടായത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഒരു രാമായണം കിളിപ്പാട്ടാവാൻ 4 കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. രണ്ടാമത്തത് കിളിവിയുടെ പാട്ട് പോലുള്ള വൃത്തമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഭാഷാശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ വൈഷ്ണവ കഥയായിരിക്കുന്ന രാമായണം ശിവന്റെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. അത്തരത്തിൽ ശങ്കരനാരായണ ബിംബങ്ങളെ ചേർത്തു വെക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായതിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രമൊക്കെ ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോ ഈ പരശുരാമന് ശേഷം വരുന്നത് ശ്രീരാമൻ. ഈ രാമായണം എന്ന് പറയുന്നത്, രാമായണം മനുഷ്യന്റെ ധാർമ്മികതയെ കുറിച്ചിട്ടുള്ള
ആദ്യത്തെ അറിവ് കൊടുക്കുന്ന കാവ്യമാണ്. പക്ഷിമൃഗാദികളെ പോലെ ജീവിക്കേണ്ടവരല്ല മനുഷ്യർ. പക്ഷിമൃഗാദികളും മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം? പ്രധാനമായിട്ട് സിമ്പിളായിട്ട് പറയുന്ന ഒരു വ്യത്യാസം പറയാം. രൂപങ്ങളിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. രൂപങ്ങൾ, മൃഗങ്ങൾക്ക് പല രൂപമുണ്ട്, അതുപോലെ നമുക്കൊരു രൂപം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കടുവയെ പോലെയല്ല കുരങ്ങ്, കുരങ്ങിനെ പോലെയല്ല പോത്ത്, പോത്തിനെ പോലെയല്ല ആന, ആനയെ പോലെയല്ല മുതല. പലരും പല രൂപം. അതുപോലെ നമുക്കൊരു രൂപം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഘടനയല്ല ഒരുപോലെയാണ്. മൃഗങ്ങൾക്കെല്ലാം 2 കണ്ണാണ്, നമുക്കും 2 കണ്ണ്. മൃഗങ്ങൾക്കെല്ലാം മൂക്കിന് 2 ദ്വാരമാണ്, നമുക്കും 2 ദ്വാരം തന്നെയാണ്. മൃഗങ്ങൾക്കെല്ലാം 2 ചെവിയാണ്. എല്ലാത്തിനും ചോരക്ക് നിറം ചുവപ്പാണ്, അസ്ഥിക്ക് നിറം വെളുപ്പാണ്. ഓക്സിജനാണ് ശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായ ബേസിക് സ്ട്രക്ചർ നമ്മുടെ മൃഗത്തിൻ്റെതാണ്. മൃഗഭാവമാണ് നമ്മുടെ ഉള്ളില്. മനുഷ്യനാവുന്നത് ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ടാകുമ്പോഴാണ്, തന്നെ പറ്റി അറിയുമ്പോഴാണ്. ഞാൻ മനുഷ്യനാണെന്നും നിങ്ങളുടെ പേരെന്താണെന്നും ഇത് തോട്ടക്കാട് എന്ന പ്രദേശമാണെന്നും ഇത് വാകത്താനം പഞ്ചായത്താണെന്നും നമുക്കറിയാം. നമ്മുടെ പേര് നമുക്കറിയാം. ആനക്ക് തന്റെ പേര് ആനയാണെന്ന് അറിയില്ല. താൻ നായയാണെന്നറിയുന്ന ഒരു നായി ലോകത്തില്ല. ഭൂമിക്ക് എന്ന് പേര് കൊടുത്തത് നമ്മളാണ്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് ഇതുവരെ ഒരു സിംഹവും അറിയില്ല, നമ്മൾ നിശ്ചയിച്ചു. സിംഹം അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറഞ്ഞു. അതിപ്പോ നിലത്ത് കിടന്നുറങ്ങുക. നമ്മൾ നിശ്ചയിച്ചതാണ് സിംഹമാണ് കാട്ടിലെ രാജാവല്ല. സൂര്യന് സൂര്യനെന്നും ആകാശത്തിന് ആകാശമെന്നും ഈ ലോകത്തിലെ സകലതിനും പേര് കൊടുത്ത് നമ്മളാണ്. അതെപ്പോഴാ? നമ്മുടെ ഉള്ളിൽ ഒരു ബോധമണ്ഡലം ഉയർന്നപ്പോഴാണ്. ആ ബോധമണ്ഡലം ഉയർത്തേണമേ എന്നാണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന. അറിയുമോ? ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന വേദങ്ങളുടെ മൂലമന്ത്രമാണ്. വേദങ്ങളുടെ മൂലമന്ത്രം എന്താണ്? ഗായത്രിയാണ്. ഗായത്രി, സൂര്യഗായത്രി. ആ സൂര്യനെ അർഘ്യം കൊടുത്ത് സ്വീകരിച്ചുകൊണ്ട് പ്രഭാതങ്ങളെ സ്വീകരിക്കണം. നിങ്ങളുടെ ഭക്തിയിൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോ ക്ഷേത്രങ്ങളെല്ലാം ഗംഭീരമാവുമ്പോഴും സംസ്കാരം വളരാത്തത്, സ്നേഹം വളരാത്തത്, കരുണ വളരാത്തത് ഈ ദൈവത്തിന്റെ അത്ഭുത പ്രതിഭാസമായിരിക്കുന്ന ആ പ്രഭാതത്തെ നിങ്ങൾ, നമ്മുടെ പുതിയ തലമുറ കാണുന്നില്ല എന്നതാണ്. പ്രഭാതത്തെ സ്വീകരിക്കുന്നില്ല. പ്രഭാതത്തിൽ രാവിലെ വാതിൽ തുറന്നിട്ട് ആ പ്രഭാതത്തെ സ്വീകരിക്കണ്ടേ? ഈ കേരളത്തിൽ ആയിരക്കണക്കിന് ആത്മഹത്യകൾ ഇല്ലാതാക്കിയ ഒരു മനുഷ്യനുണ്ട്. പക്ഷെ അദ്ദേഹമാണ് ആത്മഹത്യകൾ ഇല്ലാതാക്കിയതെന്ന് ആരും അറിയില്ല. ആ മനുഷ്യൻ 2 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. അദ്ദേഹം പാലിയത്ത് വളപ്പിലാണ് ഈ പദ്യവിശ്രമം കൊള്ളുന്നത്. ആ മനുഷ്യൻ പാടിയൊരു പാട്ട്, ആ പാട്ട് ഒരു ദിവസം കേട്ടെങ്കിൽ അന്ന് അയാൾ ആത്മഹത്യയില്ല എന്ന് ഞാൻ അച്ചട്ടായിട്ട് പറയാം. രാവിലെ ആ പാട്ട് കേട്ട് ഉണർന്നൊരു മനുഷ്യൻ അന്ന് ആത്മഹത്യ ചെയ്യില്ല. ആ പാട്ട് ജയചന്ദ്രൻ പാടിയ സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന പാട്ടില്ലേ, അതില് 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ എന്നൊരു വരിയുണ്ട്. അത് കേട്ടൊരാൾക്ക് പിന്നെ മരിക്കാൻ ഈ ഭൂമി വിട്ടു പോവാൻ തോന്നില്ല. എന്ത് മാനസിക പ്രയാസം ഉണ്ടെങ്കിലും ഞാൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. ഞാനൊരു കൊതുകോ ഒരു അരണിയോ ഒരു തേളോ ഒരു പുഴുവായിട്ടല്ലല്ലോ ഈ ലോകത്തെ പറ്റി അറിയുന്ന, ഈ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റുന്ന, പാട്ട് പാടാൻ പറ്റിയ, ചിത്രങ്ങൾ കാണാൻ പറ്റിയ ഒരു മനുഷ്യനായി ജനിച്ചല്ലോ. എന്തൊരു ഭാഗ്യം ജനാനാ, എന്തൊരു ഭാഗ്യമാണ് നമുക്കുണ്ടായത് എന്ന ബോധമുണ്ടാക്കുന്ന ഒരു പാട്ടാണത്. പ്രഭാതത്തെ കണ്ടാ മതി. മനുഷ്യന് മോട്ടിവേഷൻ ക്ലാസ്സിനൊന്നും പോണ്ട. രാവിലെ വാതിൽ തുറന്നിട്ട് പ്രഭാതത്തെ കാണിച്ചു കൊടുക്കുക. ആ പ്രഭാതത്തിൽ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ കാണിച്ചു കൊടുക്കുക. ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണിച്ചു കൊടുക്കുക. അവിടെ പറക്കുന്ന തുമ്പികളെ കാണിച്ചു കൊടുക്കുക. അല്ലാതെ രാവിലെ തന്നെ എല്ലാ വീട്ടിലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന, അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും ഒരു പ്രതിഷ്ഠയെ നമസ്കരിച്ചിട്ട് ഈ പ്രഭാതം കാണുന്നുള്ളൂ. അതാ പ്രശ്നം. കണി കാണുന്നത് ആ പ്രതിഷ്ഠയാണ്. നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദൈവവിഗ്രഹങ്ങളൊന്നും അല്ല നിങ്ങൾ കണി കാണുന്നത്. നിങ്ങൾ കണി കാണുന്നത് വീട്ടിന്റെ മൂലക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റിനെയാണ്, അല്ലേ? അവിടെ പോയി നമസ്കരിച്ചിട്ട് മാത്രമേ പ്രഭാതത്തെ കാണുന്നുള്ളൂ. പണ്ടല്ല ഇത് കാണണമെങ്കിൽ വാതിൽ തുറന്ന് പുറത്തു പോകണം. ഇപ്പൊ എല്ലാം ആത്ത് പ്രതിഷ്ഠിച്ചിട്ടാണുള്ളത്. ആടെ ആദ്യം പോകുന്നത്. അന്നത്തെ ദിവസങ്ങൾ പോക്ക കാര്യം.
അന്നത്തെ കാര്യം പോക്ക. അതുകൊണ്ട് പ്രഭാതവും നമ്മുടെ ദൈവവും തമ്മിൽ പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീതി രണ്ടിലും പൂത്തു നിൽക്കും ഉദയമില്ലാതില്ല അസ്തമയം ഉണരൂ മനസ്സേ ഉണരൂ എന്നൊരു പാട്ട് രാവിലെ കേട്ടാ മതി. സുപ്രഭാതം പൊട്ടിവിടർന്നു ഉഷസന്ധായകഗിരിയിൽ പ്രഭാതമായി തൃക്കണിയേകിയാലും. എത്ര പാട്ടുണ്ട് പ്രഭാതത്തെ കുറിച്ച്, പ്രഭാതത്തെ കുറിച്ച് എത്ര പാട്ടുണ്ട്, എത്ര കവിതകളുണ്ട്. അയ്യപ്പ പണിക്കരുടെ പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ വിടരുകില്ല മുട്ടുകൾ പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ലിക്കൂടെ? ഉഷസേ ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. ഒരു പാട്ടുപാടിക്കൂടെ? ഇതൊന്നും ചെയ്യാതെ നിങ്ങളാടെ വിഗ്രഹവും പൂജാമുറിയിലും വിളക്കം വെച്ചിട്ട് എല്ലാം നിങ്ങളായിക്കോ, ഞാനൊന്നും ചെയ്യില്ലേ എന്ന മട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ആന്തരികമായ വെളിച്ചം കൊടുക്കുന്നതിൽ നമ്മുടെ കുടുംബങ്ങൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ് അവര് കുംഭകർണന്റെ വെള്ളം ജ്യൂസ് അടിച്ചു കുടിക്കുന്നത്. നമ്മളെ കുട്ടികള് തീർത്ഥജലം അല്ല കുടിക്കുന്നത്. കുംഭകർണൻ ഉറക്ക് തെളിയാൻ വേണ്ടി 1000 പാത്രം ചോര കൊണ്ടേ വെച്ചില്ലേ? അപ്പോഴാണല്ലോ അതിന്റെ മണം കേട്ടിട്ടാണല്ലോ കുംഭകർണൻ ഉറക്ക് തെളിയുന്നത്. ആ വെള്ളം പക്ഷെ കുംഭകർണം വെറും ചോരയെ കുടിച്ചിട്ടു, ജ്യൂസ് അടിച്ചിട്ടില്ല. നമ്മളെ കുട്ടികൾ ഇപ്പൊ പാട്ട് പാടുക, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലൂമിനാട്ടി. പുതിയ പാട്ടാ ഇല്ലൂമിനാട്ടി. എന്തായി പാടുന്നെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചോ? എന്തൊരു ഭീകരമാണ് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പറയാൻ. ഞാൻ കേട്ട ലോകത്തെ ഏറ്റവും വൃത്തികെട്ട അശ്ലീലമായ പാട്ടാണ്. കൊടുങ്ങല്ലൂര് ഭരണിപ്പാട്ടിനേക്കാൾ വൃത്തികെട്ട പാട്ടാണത്. എന്തൊരു വൃത്തികേടാണ്. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. ആവേശ സിനിമയിലെ പാട്ട് അതാ ഇപ്പൊ DJ വെച്ച് തുള്ളുന്ന. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവൻ എന്ന് പറഞ്ഞാൽ പള്ളക്ക് കയറ്റിയിട്ട് 27 സ്കൂളിൽ കത്തിക്കുത്തു നടന്നു. ഈ പാട്ട് ഇറങ്ങിയതിനു ശേഷം അറിയണം എന്തേ? പ്രഭാതത്തെ കാട്ടിക്കൊടുക്കുന്നില്ല, സൗന്ദര്യത്തെ കാട്ടിക്കൊടുക്കുന്നില്ല. ആ പ്രഭാതമാണ് ഈശ്വര സാന്നിധ്യമുള്ള ഈ പ്രകൃതിയുടെ അത്ഭുതകരമായ പ്രതിഭാസം. ആ പ്രഭാതത്തെ സ്വീകരിക്കാനാണ് ആദ്യം പ്രാർത്ഥിച്ചത്. പത്മതീർത്ഥമേ ഉണരൂ മാനസ പത്മതീർത്ഥമേ ഉണരൂ അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ ഗന്ധർവസ്വരഗംഗയൊഴുകൂ ഗായത്രികൾ പാടൂ. സൂര്യഗായത്രി. ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം എന്ന് പറഞ്ഞാൽ എന്താ? ഓം ഓം നാരായണായ, ഓം നമഃശിവായ എന്നൊക്കെ പറയല്ലോ. എന്താ ഓം? ഓം നമ്മൾ ഇതാണ് ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഉപരിപ്ലവം, അതിന്റെ അടിത്തറ അത്തിവാരമില്ല, അന്വേഷിക്കുന്നില്ല. വിഷ്ണു എന്ന വാക്കിന്റെയും ശിവൻ എന്ന വാക്കിന്റെയും അർത്ഥമറിയാതെയല്ലേ നിങ്ങൾ എല്ലാവരും ശിവനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത്? ഇതുവരെ ആരോടും ചോദിച്ചോ വാട്ട് ഈസ് വിഷ്ണു? വിഷ്ണു എന്ന് പറഞ്ഞാൽ ദൈവം. പക്ഷെ വിഷ്ണുവിന് വിഷ്ണു എന്ന് പേര് വന്നത് എങ്ങനെ? വെറുതെ ഒരു പേര് ഇന്നത്തെ കുട്ടിയൊക്കെ പേരിടുമ്പോൾ ഇട്ടാ? ഇന്നത്തെ കുട്ടിയൊക്കെ പേരിടുന്ന വായിക്ക് തോന്നിയ കോതക്ക് പാട്ടല്ലേ? എന്റെ നാട്ടിലൊരു കുട്ടീന്റെ പേര് ടിങ് ടോങ്. ഞാൻ ചോദിച്ചു ജപ്പാനീസ് പേരാ? അല്ല. തലേ ദിവസം പേരിന്റെ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും തർക്കിച്ചു, തീരുമാനമായില്ല. രാവിലെ ഫസ്റ്റ് കേൾക്കുന്ന പേര് നമുക്ക് ഇടാന്ന് പറഞ്ഞു. രാവിലെ അപ്പുറത്തെ വീട്ടിലുള്ള ഗോപാലൻ ചേട്ടൻ വന്നിട്ട് കോളിംഗ് ബെൽ അമർത്തി, ടിങ് ടോങ്. അത് കേട്ടപ്പോ പേരിട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാ പേരിടുന്നത്. എന്നാൽ നമ്മുടെ പുരാണങ്ങളിലെ ദൈവങ്ങൾക്കോ പുരാണങ്ങളിലെ 18 പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേര് ഒരൊറ്റ പേര് അർത്ഥമില്ലാത്തില്ല. വെറുതെ ഒരു പേരിട്ട് ഒറ്റ പേരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? രാമായണമാവട്ടെ, മഹാഭാരതമാവട്ടെ, ശിവപുരാണമാവട്ടെ, വിഷ്ണു പുരാണമാവട്ടെ, ദേവി മഹാത്മ്യമാവട്ടെ, എല്ലാറ്റിലുമുള്ള കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും പേരിന് അർത്ഥമുണ്ട്. ദൈവത്തിന് ദൈവം ഒന്ന് പേരിട്ടത് വെറുതെ ഇട്ട പേരല്ല. ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം.
ദിവാകരൻ സൂര്യനാണല്ലോ, പ്രകാശം തരുന്നവൻ. ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം, ആന്തരിക പ്രകാശം തരുന്നവൻ, അതാ ദൈവം. പിടികിട്ടിയോ? ഈശ്വരൻ എന്ന വാക്കിന് എന്താ അർത്ഥം? ഈശ് എന്ന് പറഞ്ഞാൽ ഭരണം, ഭരണം നിർവഹിക്കുന്ന വടക്കുന്നാഥനാണ്. അതാണ് വടക്ക് ദിക്കിനെ പാലിക്കുന്നവൻ ഈശൻ, വടക്കുന്നാഥൻ. കിഴക്ക് ദിക്കിനെ പാലിക്കുന്നത് മഴയുടെ ദേവൻ. ഞാൻ അഷ്ടദിക്പാലകന്മാരെ മറ്റുള്ളവരെ പറഞ്ഞില്ല അല്ലേ. പിന്നെ തെക്ക് കിഴക്കിനെ പാലിക്കുന്നവൻ അഗ്നിദേവൻ. ഈ ഭാഗം ഇതല്ലേ വടക്ക്, ഇതല്ലേ കിഴക്ക്, ഇതല്ലേ. അപ്പൊ ഈ ദിക്കിനെ പാലിക്കുന്നവൻ അഗ്നിദേവൻ, തെക്ക് ദിക്കിനെ പാലിക്കുന്നവൻ യമൻ, മരണത്തിന്റെ ദേവൻ. അതുകൊണ്ടാണ് മരിച്ച തെക്കോട്ട് കൊണ്ടുപോകുന്നത്, തെക്ക് ഭാഗത്ത് അടക്കുന്നത്, തെക്കോട്ട് കെട്ടിയെടുക്കുക എന്ന് പറയുന്നു. അതാണ് യമന്റെ നാട് തെക്ക്. പിന്നെ ഈ ദിക്ക് ഏത്? തെക്കു പടിഞ്ഞാറ് ദിക്ക്. തെക്കു പടിഞ്ഞാറ് ദിക്ക് നിറുതിയുടെ, അസുരന്മാരുടെ ദൈവത്തിന്റെ ദിക്കാണ് നിറുതി. പടിഞ്ഞാറ് വരുണൻ, കടല്, കടലിന്റെ വരുണൻ. പിന്നെ വടക്ക് പടിഞ്ഞാറ് വായുദേവൻ, വടക്ക് പടിഞ്ഞാറ് വായുദേവൻ. മനസ്സിലായോ? പിന്നെയോ വടക്ക് ഈശൻ, വടക്ക് കിഴക്ക് കുബേരൻ. ഈ എട്ട് ദിക്കിനെ പാലിക്കുന്നവർ, അതാണ് ഈശൻ. ഈശ് എന്ന് പറഞ്ഞ ഭരണമെന്നാണ്. ഈശ് വരൻ, ഈശ് ഭരണം, വരൻ ശ്രേഷ്ഠൻ. വിവാഹത്തിന് ശ്രേഷ്ഠനാരാ? വരനും വധുവും അല്ലേ. വരൻ ശ്രേഷ്ഠൻ, ഈശ്വരൻ ഭരണശ്രേഷ്ഠൻ. ഇച്ചരാചരം നിർമ്മിച്ചും പാലിച്ചും തച്ചുടച്ചും വിളങ്ങുന്ന ദൈവമേ വിശ്വനായക വിശ്വൈക പാലക ഈശ്വരൻ. മനസ്സിലായോ? ദൈവം. ഇങ്ങനെ എല്ലാത്തിനും അർത്ഥമുണ്ട്. ആ അർത്ഥം അറിയാതെയാണ് നമ്മൾ പലതും ചെയ്യുന്നത്. വാക്കുകളിലൂടെയാണ്, അക്ഷരങ്ങളിലൂടെയാണ് ദൈവം. 51 അക്ഷരാളി, അക്ഷരാത്മികയാണ് ദേവി, അക്ഷരാത്മികയാണ്. സരസ്വതി ദേവി സൃഷ്ടിയിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യം ഉണ്ടാക്കിയത് കൊണ്ടാണ്, ബ്രഹ്മാവിന്റെ പത്നിയായത് കൊണ്ടാണ് നമുക്ക് ഈ സൗന്ദര്യം കിട്ടിയത്. ഈ ലോകത്തിന് പുഴകളും പുൽകളും പൂക്കളും കിട്ടിയത് സൃഷ്ടി നടത്തിയ ബ്രഹ്മാവിന്റെ പത്നി സരസ്വതി ആയതുകൊണ്ടാണ്. സൗന്ദര്യത്തിന്റെയും കലയുടെയും വിജ്ഞാനത്തിന്റെയും ദൈവമാണ് സരസ്വതി. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ഘടന നോക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഘടന സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ കുറിപ്പ് വെച്ചിട്ടൊന്നും അല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നമ്മൾ കണ്ടെത്തിയത്. ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന അവയവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ഏതാ ഏറ്റവും ഉറപ്പുള്ള എല്ല്? തലയോട്ടിയാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? തലച്ചോറാണ്, ചിന്തയാണ് ഏറ്റവും പ്രധാനമെന്ന് പ്രകൃതി തന്നെ നമുക്ക് കാട്ടിത്തന്നില്ലേ. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാ? എല്ലില്ലാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറാണ്. എല്ലില്ലല്ലോ, ഇറച്ചി മാത്രം. ഇതിന്റെ അകത്ത ചോറ് അപ്രധാനമാണ്, ഈ ചോറാണ് പ്രധാനം. എന്നാൽ അമ്പലങ്ങളിൽ ഈ ചോറിനാണോ പ്രാധാന്യം ഭക്തന്മാർ കൊടുക്കുന്നത്? ഭൂരിപക്ഷം ഭക്തന്മാരും ഈ ചോറിനേക്കാൾ ഈ ചോറിനാ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ തെളിവ് തരട്ടെ. ഭാഗവത സപ്താഹ യജ്ഞം നടക്കാറില്ലേ നമ്മുടെ നാട്ടിൽ? ഭാഗവത സപ്താഹ യജ്ഞം നടക്കുമ്പോൾ രാവിലെ മുതൽ ഒരാളാണെന്ന് പാരായണം ചെയ്യും. എന്താ ഈ പാരായണം? പരയിലേക്ക് അയനം ചെയ്യലാണ് പാരായണം. അവരെയാണ് നമ്മൾ അവരവൻ. പരാശക്തി ഏറ്റവും ടോപ്പ് മോസ്റ്റ്, അതിലേക്ക് യാത്ര ചെയ്യലാണ് പാരായണം. ആ പാരായണം നടത്തുമ്പോ വേറെ ഒരു പണിയുമില്ലാത്ത കുറച്ചാളവിടെ വന്നിരിക്കും അല്ലേ? ഒരു 10-100 ആള് മുമ്പിൽ. എന്നാ ഒരു 12:30 മണി മുതൽ തുടങ്ങും പ്രവാഹം. എന്താ 12:30ക്ക് ഈ പാരായണം മൂർധന്യാവസ്ഥയിൽ എത്തുന്നതുകൊണ്ടൊന്നുമല്ല, അപ്പോഴേക്ക് ഊട്ടുപുരയിൽ ഭക്ഷണം വിളമ്പുന്നുണ്ടാ. അപ്പൊ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവരല്ലേ കൂടുതൽ? അല്ലേ? ഈ ചോറിനാണോ പ്രാധാന്യം? അല്ല. അതാണ് സൃഷ്ടിയുടെ സൗന്ദര്യം. നോക്കൂ, ഈ തലച്ചോറ്, നെഞ്ചുകൂട്, ഈ തലയോട്ടി പോലെ ഒരു എല്ല് കൊണ്ടാണ് നെഞ്ചുകൂട് പൊതിഞ്ഞിരുന്നുവെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ചത്തുപോകും നമ്മൾ. കാരണം ഇത് ഇവിടെ ഈ ഉള്ളിൽ 2 എണ്ണം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന കൊണ്ടാണ് നമ്മൾ ജീവൻ പ്രവർത്തിക്കുന്നത്. ഒന്ന് ഹൃദയം വികസിക്കുകയും ചുരുങ്ങുകയും, 2 ശ്വാസകോശം. ആ ശ്വാസകോശത്തിലേക്ക് വായു നിറയുകയും രക്തത്തെ ശുദ്ധീകരിക്കുകയും എന്നിട്ട് ശുദ്ധീകരിച്ചിട്ടുള്ള കാർബണിനെ കൂട്ടിയിട്ട് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന ശ്വാസകോശം. അത് വികസിക്കാനും ചുരുങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടാണ് ഇവിടെ എല്ല് കൊണ്ട് പുതിയാതെ ഗ്രില്ല് വെച്ച് പിടിപ്പിച്ചു തന്നത്.
നെഞ്ചുകൂട് ഗ്രില്ലല്ലേ, വാരിയെല്ലുകള്. എന്തൊരു ഔചിത്യമാണ്! ദൈവത്തിന്റെ അത്ഭുതം കാണാൻ വേറെ എല്ലാ അമ്പലത്തിലൊന്നും പോണ്ട, ഇവിടെയുണ്ട്. ഈ കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. അതിന്റെ ഔചിത്യം നോക്കൂ. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അവയവമാണ്, പക്ഷെ ഏറ്റവും മൃദുലവുമാണ്. ഇപ്പം ചെറിയ തട്ടിയാ പോവും, പ്രശ്നമാണ്. അതുകൊണ്ടാണ് നെറ്റിയുടെ എല്ലും കവിളെല്ലും ഉയർത്തിയിട്ട് അതിന്റെ നടുവിൽ കുഴി വെച്ചിട്ട് അതിൽ കൊണ്ടുപോയി വെച്ച കണ്ണ്. എന്തൊരു ഔചിത്യമാണ്! ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വന്ന് വീഴാതിരിക്കാൻ കൈകൊണ്ട് തടയാൻ സമയമില്ലല്ലോ. പൊടി പെട്ടെന്ന് വരുമ്പോ കൈ ഇവിടുന്ന് ആടി എത്തുമ്പോഴേക്ക് പൊടി കണ്ണിലാവും. അതുകൊണ്ടാണ് ലോകത്ത് ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ കണ്ണിന് പിടിപ്പിച്ചു തന്ന കൺപോള അല്ലേ? ഓട്ടോമാറ്റിക് ഷട്ടർ അല്ലേ? ആ പൊടി മേലെ നിന്ന് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കണ്ണിന്റെ മേലെ 2 പുല്ല് സൺഷെയ്ഡ് വെച്ച് പിടിപ്പിച്ചു തന്ന പൂജികം. മനസ്സിലായോ? അത് പെൺകുട്ടികളോട് പറയണം, അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, അത് പൊടി താഴോട്ട് വീഴാതിരിക്കാനുള്ള. ആ കണ്ണിൽ അഥവാ വല്ല കാരണം കൊണ്ട് പൊടി പോയെന്ന് കൂട്ടുക. നമ്മൾ ആ പൊടിയും കൊണ്ട് പോയിട്ട് വെള്ളം കൊണ്ട് കഴുകാൻ സമയമില്ല നമുക്ക്. എല്ലായിടും വെള്ളം കിട്ടണമെന്നില്ല. അപ്പൊ ഉടൻ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ചീറ്റി ആ വെള്ളത്തെ ഒഴുക്കി കളയുന്ന കണ്ണീര് സൃഷ്ടിച്ചത് കരയാൻ മാത്രമല്ല, പൊടിയെ പുറത്ത് കളയാനും കൂടിയാ. എന്തൊരു ഔചിത്യമാണ്! ആ കണ്ണിന് താഴെ വായക്ക് മേലെ മൂക്ക് പിടിപ്പിച്ചത് തിന്നാൻ തന്ന ഭക്ഷണം കെട്ടതാണോ നമ്മൾ അറിയാൻ വേണ്ടിയല്ലേ? ഇവിടെ എത്തുമ്പോഴേക്ക് മണക്കൂലേ? ഈ വായക്ക് തൊട്ടു മേലെയല്ല മൂക്ക് വേറെയെങ്കിലും ആണെങ്കിൽ ഇത് കെട്ടാന്ന് എങ്ങനെ നമ്മൾ അറിയാൻ? അതെന്തൊരു ഔചിത്യമാണ്! പണ്ട് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ വളർത്തുകയും പ്രസവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സ്ത്രീകൾ അകത്തിരിക്കുകയും പുരുഷന്മാർ പുറത്തു പോവുകയും ചെയ്യുന്നു. അപ്പൊ പുറത്ത് പൊടിപടലങ്ങൾ മൂക്കിലേക്കൂടെ ശ്വാസകോശത്തിൽ എത്തിയിട്ട് ബ്രോങ്കൈറ്റിസ് അസുഖം വരാതിരിക്കാൻ വേണ്ടി ആ പൊടിയെ അരിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങളുടെ മൂക്കിന് തൊട്ട് അരിപ്പ വെച്ച് തന്ന മീശ. മനസ്സിലായോ? ഈ പൊടിയെ അരിച്ച് മൂക്കിലേക്ക് ശ്വാസം വലിക്കാൻ വേണ്ടി മീശയുടെ പിടിപ്പിച്ചു തന്നത്. പെണ്ണുങ്ങൾ ഇപ്പൊ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ മീശ മുളക്കാൻ തുടങ്ങിയില്ലേ? പെണ്ണുങ്ങൾക്ക് കുറേശ്ശെ മീശ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശരീരം എന്തൊരു ഔചിത്യമാണത്! ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതിയാണ്. ജീവിക്കണമെങ്കിൽ ജീവിതത്തിന്റെ ദൈവമാരാ? വികാസമുണ്ടാവണം. വികാസത്തിന്റെ ദൈവമാരാ? വിജയമുണ്ടാവണം. വികാസമുണ്ടാവണമെങ്കിൽ നമ്മൾ വിജയിക്കണം. ജയമുണ്ടായാൽ പോരാ, വിശേഷപ്പെട്ട ജയമുണ്ടാവണം. ജയമുണ്ടാക്കുന്നവനെ ജിഷ്ണു എന്ന് പറയും. ജയമുണ്ടാക്കുന്നവൻ ജിഷ്ണു, വിശേഷപ്പെട്ട ജയമുണ്ടാക്കുന്നവൻ വിഷ്ണു. മനസ്സിലായോ? വിശേഷപ്പെട്ട ജയമുണ്ടാക്കുന്നവൻ, എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവൻ ജിഷ്ണു, എന്നാൽ ഫുൾ A+ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവൻ വിഷ്ണു. പിടികിട്ടിയോ? വിശേഷപ്പെട്ട ജയം വേണം നമുക്ക്. ആ വിജയം വേണമെങ്കിൽ സമ്പത്ത് വേണം, വേണ്ടേ? ജീവിതത്തിന് സമ്പത്ത് വേണം. അതുകൊണ്ട് ആ വിഷ്ണുവിന്റെ പത്നി ആരാ? സമ്പത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയാണ് അല്ലേ? വിഷ്ണുവിന്റെ പത്നി മഹാലക്ഷ്മി. സംഹാരം. പലർക്കും സംശയമുണ്ട്, ഈ സംഹാരം എടുത്തു കളഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ അത്? ബാക്കി 2 കുഴപ്പമില്ല. ഈ മരണമല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാ ശിവ അതിനൊരു ദൈവം? നിങ്ങൾ അറിയുക, ഈ ലോകത്തിന്റെ ഏറ്റവും ശിവമായ കാര്യം മരണമാണ്. എന്തുകൊണ്ടാ? എല്ലാം ഈ ഭൂമിയിൽ പണ്ടുണ്ടായതല്ല അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അശുഭമായിരിക്കും, ശിവവിരുദ്ധമായിരിക്കും. ഒന്നും പുതിയതുണ്ടാവില്ല. പഴയ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് കൊണ്ടാ പുതിയ പൂക്കൾ ഉണ്ടാവുന്നു. നമ്മളെല്ലാം മരിക്കുന്നത് കൊണ്ടാ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. കുഞ്ഞുങ്ങളില്ലാതെ എല്ലാരും പണ്ട് കാലനില്ലാത്തൊരു കാലം കുഞ്ഞൻ നമ്പ്യാരുടെ ഒരു ഓട്ടംതുള്ളൽ കൃതിയാണ് കാലനില്ലാത്ത കാലം. ശിവൻ കാലനെ കൊന്നുകളഞ്ഞു മാർക്കാണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി. പിന്നെ കാലനില്ല, മരണമില്ല. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ. 500 വയസ്സായ മുത്തശ്ശനിരിക്കുന്നു. മുത്തശ്ശൻ അവനുള്ള മുത്തശ്ശൻ വേറെയുണ്ട്. ഒരാളും തിന്നാൻ കൊടുക്കൂല. കാരണം എന്താ? മരിക്കൂലല്ലോ, പിന്നെ ഇതിനെ തിന്നാൻ കൊടുക്കും. പ്രായമുള്ള ആളുകൾ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ കുറി ശരീരമെല്ലാം ശോഷിച്ച് എന്നാലും മരിക്കൂല. അങ്ങനെ അലമാരയില് കുപ്പിയിൽ അടുക്കി വെക്കും വയസ്സന്മാരാ അല്ലേ? എന്തൊരു ദുരിതമായിരിക്കും അത്! ആരും മരിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ നരകമാവും അല്ലേ? ഒന്ന് പോയിട്ട് മറ്റൊന്നുണ്ടാകുന്നതാണ്. പുതുക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി സുന്ദരമാകുന്നത്, ശിവമാകുന്നത്. ശിവമില്ലെങ്കിൽ, മരണമില്ലെങ്കിൽ ശിവമില്ല ഈ ഭൂമിയിൽ. പുതിയതുണ്ടാകുന്നത് കൊണ്ടാണ് ശിവമുണ്ടാകുന്നത്, അറിയുക. അപ്പൊ ശിവം, സംഹാരം, ഇതിനെ മാറ്റി പുതിയതിനെ സൃഷ്ടിക്കാൻ ശക്തി വേണം. അതുകൊണ്ട് ശിവന്റെ പത്നിയാരാ? ശക്തി ദേവത, പർവ്വതത്തിന്റെ ശക്തിയുള്ളവൾ പാർവതി. മനസ്സിലായി?
ഈ വിവാഹങ്ങളെല്ലാം ജാതകം നോക്കിയിട്ട് ആരോ നോക്കി കണ്ട് ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം വലിയ പ്രകൃതിയുടെയും മനുഷ്യന്റെയും ധാർമ്മിക ബോധത്തിന്റെയും പ്രാപഞ്ചിക ജീവിതത്തിന്റെയും പ്രതീകങ്ങളായിട്ടുണ്ടാക്കിയ വിവാഹങ്ങളാണിതൊക്കെ. അതൊന്നും വെറുതെ ഉണ്ടാക്കിയ കല്യാണങ്ങളല്ല. അന്നത്തെ ആളുകൾ ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തത് ഒരു അത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പ്രകാശമുള്ളിൽ വേണം. ആ പ്രകാശം അകത്ത് ഉണ്ടാക്കാൻ മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടി അർഘ്യം കൊടുക്കും. എന്താ അർഘ്യം? ഒരാൾ വീട്ടിൽ വന്നാൽ കുടിക്കാൻ വെള്ളം കൊടുക്കുക, കാല് കഴുകാൻ വെള്ളം കൊടുക്കുക. അതാണ് അർഘ്യപാദ്യാദിക. മനസ്സിലായി? വന്നോടനെ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത് പണ്ട് ചെരുപ്പൊന്നും ഇല്ലാത്ത കാലല്ലേ, എന്തെല്ലാം ചവിട്ടിയിട്ടാ വരുന്നതെന്ന് അറിയില്ല. ഇപ്പൊ എല്ലാവരും ചെരുപ്പുള്ളതുകൊണ്ട് കാല് കഴുകാൻ വെള്ളം കൊടുത്തില്ലേ കുഴപ്പമില്ല. പക്ഷെ കുടിക്കാൻ വെള്ളം കൊടുക്കണ്ടേ? വന്ന ഉടനെ വേണോന്ന് ചോദിക്കരുത്. വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം, ഹോർലിക്സ്, ചായ, ബൂസ്റ്റ്, കാപ്പി ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം. അല്ലാതെ വന്നിട്ട് പറയേണ്ടെല്ലാം പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചായ വേണമെന്ന് ചോദിക്കുന്ന വൃത്തികെട്ട സ്വഭാവം കേട്ടോ. വന്നുടനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അർഘ്യം, അർഘ്യപാദ്യാദികൾ. അപ്പൊ സൂര്യൻ അർഘ്യം കൊടുത്തുകൊണ്ട് പാടുന്ന മന്ത്രം ഓം. എന്താ ഓം? അവിടുന്ന് നമ്മൾ തിരിച്ചങ്ങോട്ട് വീണ്ടും പോയേ. ഓം എന്താ? പ്രകൃതിയുടെ 3 നിയമങ്ങൾ, എല്ലാവർക്കും ബാധകമായ 3 നിയമങ്ങൾ. ജനിക്കുക, ജീവിക്കുക, മരിക്കുക. എന്താ? ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവുന്നു. ഇതിന്റെ 3 പ്രതീക ശബ്ദങ്ങളാണ് ആ, ഉ, ഹം. കൂട്ടി വായിച്ചാൽ ഓം. പിടികിട്ടിയോ? ഈ 3 കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു. പ്രകൃതി നിയമങ്ങൾ. സത്ത്. എന്റെ ദൗത്യം സത്തിനെ അന്വേഷിക്കലാണ്. ഈ പ്രപഞ്ചത്തിൽ അന്തരാത്മാവിൽ ഒരു സത്തുണ്ട്. ഈ കാണുന്നതെല്ലാം മാറും, അതല്ല അസത്താണ്. അസത്തും സത്തും എങ്ങനെ തിരിച്ചറിയും? മാറുന്നതെല്ലാം അസത്തും, മാറാതെ നിൽക്കുന്നത് സത്തുമാണ്. മാറാതെ നിൽക്കുന്നത് സത്ത്, മാറുന്നത് അസത്ത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ അമ്പലത്തിൽ വരുമ്പോ കുളിച്ച് മുടിചീകി പൗഡറിട്ട് പൊട്ടു തൊട്ട് കൊണ്ടുവന്ന നിങ്ങളുടെ തലയുണ്ടല്ലോ. ഈ തല 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. ഒരു പിടിയുണ്ടോ? 100 കഴിഞ്ഞിട്ട് വലിയ പ്രായമുള്ള ആളല്ല വിചാരിക്കണ്ടേ ഈ 100 കൊല്ലം നിൽക്കും. ഞാൻ കുഞ്ഞുമക്കളെല്ലാം ഉള്ളതുകൊണ്ടാ പറയുന്നത് 100 കൊല്ലം. 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ തല എവിടെയാ? എത്ര സുന്ദരമായി കൊണ്ടു നടന്ന തല, എത്ര തവണ കണ്ണാടിയിൽ, എത്ര ദിവസം, എത്ര തവണ നോക്കിയ തലയാ. തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വല്ലാനുഴറിയ നീയും വില പിടിയാതൊരു തലയോടായി മാറൂല്ലോ. അല്ലേ? തലയോടായി മാറും. അത് രാജാവായാലും ബ്രാഹ്മണനായാലും മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. അല്ലേ? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന അമ്രേടിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം. ഇത് അസത്താണ്. ഇതിന്റെ ഉള്ളിലൊരു സത്തുണ്ട്. ഈ ഭൂമിയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവനുണ്ട്. ആ ജീവൻ ഞാൻ സ്വന്തമായിട്ട് ഇവിടുന്ന് കൊണ്ടുവന്നതല്ല. ആ ജീവൻ പ്രപഞ്ച വിസ്ഫോടന കാലത്ത് ഉണ്ടായ അത്ഭുത പ്രതിഭാസമായ എൻട്രോപ്പിയിൽ നിന്നുണ്ടായ ആ ജീവന്റെ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട് പല രൂപങ്ങളിൽ മാറിയിട്ട് വന്നതാണ് നമ്മൾ. എന്റെ ജീവൻ എന്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടി. അവരുടെ ജീവൻ അവരുടെ അച്ഛന്, അവരുടെ പ്രപിതാമഹന്മാരിൽ നിന്നും തലമുറ തലമുറ കൈമാറിക്കൊണ്ടുവന്നതാണ് ആ ജീവൻ. അതാണ് സത്ത്. ആ സത്തങ്ങ് പോയാ തീർന്നു. ഈ അസത്ത സത്തങ്ങ് പോയാ കുളിച്ചൊരുങ്ങിയിട്ട് ശങ്കരനാരായണ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് ഒന്നും വിളിച്ചു മിണ്ടുന്നില്ല. നോക്കുമ്പോ പോയി ആള് പോയി. ഏതായാലും പുറപ്പെട്ടല്ലേ, ഒരാഗ്രഹം തീർന്നു. ഒന്ന് കൊണ്ടുപോയിട്ട് അവിടെ കസേരമേൽ ഇരുത്താൻ പറ്റുമോ? ഇല്ല. സത്തങ്ങ് പോയാ പിന്നെ ഇത് അസത്ത. ഇവിടെ ഇങ്ങോട്ട് കയറ്റില്ല. അസത്താണ്. തലയിലെ മുടി സുന്ദരമാണ് സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോ. തിക്കുറിശി സുകുമാരൻ നായർ എഴുതിയ പാട്ടില്ലേ, കാർക്കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർനെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യയുടെ മുടിയെ വർണ്ണിച്ച് ഭർത്താവ് പാടിയതാണ്. നിന്റെ മുടിക്ക് നല്ല സുഗന്ധമുണ്ട്, ഹെയർ ഓയിലൊന്നും ഇല്ലെങ്കിൽ. ഇത് കേട്ടപ്പോ സ്ത്രീക്ക് ഭയങ്കര സന്തോഷായി. ഭർത്താവിന് സ്പെഷ്യലായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു.
ഭർത്താവ് ടേസ്റ്റോടെ വാരി വാരി തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ച ഒരു സാധനതായിൽ നിന്ന് വലിയുന്നു. എന്ത്? മുടി. അതിനെ എടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്താണ്. നഖം മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അത് അസത്താണ്. വായക്കകത്തുള്ള ഉമിനീര് പുണ്യജലമാണ്. ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന ദഹനത്തിന് ഏറ്റവും ഗുണകരമായ സാധനമാണ് ഉമിനീര്. പക്ഷേ വായക്ക് പുറത്തു വന്നാൽ അത് തുപ്പലാണ്, അസത്താണ്. ഈ സത്തിൽ നിന്ന് വേർപെട്ട പിന്നെ തീർന്നു. സത്തങ്ങ് പോയാൽ തീർന്നു, അസത്താ. ഈ കാര്യം നമ്മളെക്കാൾ അറിയാ തമിഴ്മാർക്കാണ്. അണ്ണാച്ചിമാരില്ലേ, അവർക്ക് ഇതിന്റെ സത്യം അറിയാം. അതുകൊണ്ടാണ് അവർ മരിച്ചു പോയാൽ കടവുളേ സത്ത് പോയാച്ച് എന്ന് പറയും. സത്ത് പോയാച്ച്.